4 ഏക്കറിലെ റബ്ബർ വെട്ടിമാറ്റി വാണിജ്യാടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാം. 1 ഏക്കറിൽ നിന്ന് 4.6 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. റബ്ബറിന്റെ ഈറ്റിലമാണ് കാഞ്ഞിരപ്പള്ളി മേഖല. പരമ്പരാഗത കർഷകരായ കാഞ്ഞിരപ്പള്ളിക്കാർ സാധാരണയായി മറ്റൊരു കൃഷിയെക്കുറിച്ചും ചിന്തിക്കാറില്ല. എന്നാൽ കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയുമെന്ന പഴമക്കാരുടെ ബീമ്പ് പറച്ചിലിൽ വിശ്വാസമർപ്പിച്ച് ഒരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് തങ്കം എസ്റ്റേറ്റിലെ റെനി ജേക്കബ് എന്ന കർഷകൻ. 4 ഏക്കറിലായി മികച്ച ലാഭം തന്നിരുന്ന റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റി റംബൂട്ടാൻ കൃഷി ചെയ്ത് പുതിയൊരു ട്രെൻഡിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് റെനി. പരമ്പരാഗതമായിട്ട് റബ്ബർ കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ പുതുമകൾ എന്നും കൃഷിയിൽ ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. കാരണം എക്കണോമിക് സാഹചര്യങ്ങൾ കാലം കഴിയുന്നതോടെ മാറി വരികയും പുതിയ കൃഷിയിലുള്ള പുതിയ സാധ്യതകളെ പറ്റിയുള്ള എൻ്റെ തിരച്ചിലിലാണ് ഞാൻ റംബൂട്ടാൻ എന്ന മരത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എല്ലാ വർഷവും ഒരു പ്രാവശ്യം കൺസിസ്റ്റൻ്റായിട്ട് ഫ്രൂട്ട് തരുന്നതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃഷിയായിട്ട് മാറ്റിയാലോ ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ആക്ച്വലി ഞങ്ങൾക്ക് പല വെറൈറ്റികൾ പല പ്രദേശത്തുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഏറ്റവും ഒരു സ്യൂട്ടബിളായിട്ട് വെറൈറ്റി ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു നല്ല വെറൈറ്റി കണ്ടുപിടിക്കാനായിട്ട് 2003 തോന്നുന്നു ഞങ്ങൾ തുടങ്ങിയത്. അതുപോലെ 2005, 2006 ആയപ്പോഴത്തേക്കും നല്ല റിസൾട്ട് തരുന്ന മരങ്ങൾ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അങ്ങനെ 2009 ഇന്ത്യയിൽ ആദ്യമായി റംബൂട്ടാൻ ഒരു കൃഷിയായിട്ട് ചെയ്യാൻ ഉള്ള പരീക്ഷണമാണ് ഈ തോട്ടത്തിൽ ഞങ്ങൾ നടത്തിയത്. ഈ 4 ഏക്കറിലെ റബ്ബർ വെട്ടി, അന്ന് ഓൾമോസ്റ്റ് 225 രൂപയോളം റബ്ബറിന് വിലയുണ്ടായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് തരുന്ന റബ്ബർ തോട്ടം വെട്ടിമാറ്റി ഞാൻ ഈ ഒരു റംബൂട്ടാൻ തോട്ടം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ കൃഷി വളരെയധികം വിജയിക്കുകയും ഒരുപക്ഷെ പെർ ഏക്കർ പ്രൊഡക്ടിവിറ്റി ബാക്കി ഏത് കൃഷിയെ അപേക്ഷിച്ചും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻകം തരുന്ന ഒരു കൃഷിയായിട്ട് റംബൂട്ടാൻ മാറി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 9 വർഷം ഈ തോട്ടത്തിൽ നിന്ന് നമ്മൾ പഠിച്ച ഏറ്റവും വലിയ പാഠം. റെനി പരീക്ഷാടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷിക്ക് തുടക്കമിട്ടത്. ഫാം ആരംഭിച്ച് 3-ാം വർഷം മുതൽ വിളവെടുത്തു തുടങ്ങി. 4 ഏക്കറിലായി ഏകദേശം 150-ലധികം മരങ്ങളാണ് നട്ടത്. ഇന്ന് ഓരോ വർഷം കഴിയുന്തോറും റംബൂട്ടാൻ കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിച്ചു വരികയാണെന്ന് റെനി ജേക്കബ് പറയുന്നു. ഒരു ഏക്കറിൽ ഒരു 40 മരങ്ങളിൽ താഴെ മാത്രമേ റംബൂട്ടാൻ മരങ്ങൾ നടാൻ പാടുള്ളൂ. കൂടാതെ ഒരു മരത്തിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ ഒരു മരത്തിൽ നിന്ന് 150 മുതൽ 250 കിലോ വരെ ആവറേജ് ക്രോപ്പ് ഒരു വർഷം ലഭിക്കുകയും ഏതാണ്ട് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 150 രൂപയിലും വിലയുണ്ട്. അപ്പോൾ ഒരു ഏക്കറിൽ എങ്ങനെ പോയാലും ആക്ച്വലി 3 മുതൽ 6 ലക്ഷം രൂപ വരെ ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് ഉൽപ്പാദനം ലഭിക്കാൻ കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഈ വർഷം 25 ടണ്ണോളം റംബൂട്ടാൻ, 4 ഏക്കറിൽ നിന്ന് 25 ടണ്ണോളം റംബൂട്ടാൻ. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് വില അനുസരിച്ച് ഏതാണ്ട് മാർക്കറ്റ് വില അനുസരിച്ച് 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കൃഷിക്കാരനെ സംബന്ധിച്ച് അതിന് പകുതിയെങ്കിലും ലഭിക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിൽ പഞ്ഞമാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസമാണ് റംബൂട്ടാന്റെ വിളവെടുപ്പ് കാലം. ശരാശരി 175 രൂപയാണ് 1 കിലോ റംബൂട്ടാന് കർഷകന് ലഭിക്കുക. ഉൽപാദന ചിലവിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത് കർഷകന് വളരെ ലാഭം നൽകുന്നു. മറ്റ് ഫലവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റംബൂട്ടാൻ കൃഷിക്ക് സവിശേഷതകളും ഏറെയാണ്. വിളവെടുപ്പിന് പാകമായാലും ഏകദേശം 20 ദിവസത്തോളം പഴം മരത്തിൽ തന്നെ നിർത്താം. മറ്റു വിളകളെപ്പോലെ പെട്ടെന്ന് കേടുവന്നു പോകുമോ എന്ന ആദി കർഷകന് വേണ്ടെന്ന് അർത്ഥം. ഇതുകൂടാതെ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ വിപണി സാധ്യത ഉള്ളതിനാൽ കർഷകന് ഒരിക്കലും കൃഷി ഉപേക്ഷിക്കേണ്ടിയും വരില്ല. കേരളത്തിൽ മാത്രം ഇന്ന് വളരെയധികം സാധ്യതകൾ കാണുന്നു. കാരണം പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് ഫ്രൂട്ട്സ്, ഇത് വിദേശ പഴങ്ങളാണ് കേരളത്തിൽ ധാരാളം വിറ്റുപോകുന്നത്. ആപ്പിൾ പോലെ അല്ലെങ്കിൽ പ്രീമിയം ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. കേരളത്തിലെ പോലുള്ള ഒരു സമൂഹത്തിൽ അടുത്ത 3-4 വർഷത്തേക്ക് ഒരു
ധൈര്യപൂർവ്വം നമുക്ക് റംബുട്ടാൻ എത്രമാത്രം കൃഷി വന്നാലും വിറ്റഴിക്കപ്പെടുന്നതിന് കുഴപ്പമുണ്ട്. മാത്രമല്ല ഇന്ത്യ പോലുള്ള വലിയൊരു മാർക്കറ്റ് ഇനിയും നമുക്ക് തുറന്ന് കിടപ്പുണ്ട്. റംബുട്ടാൻ കൃഷി എത്ര വിപുലമായ രീതിയിൽ കൃഷി ചെയ്യപ്പെട്ടാലും കേരളത്തിലെ പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭൂപ്രദേശത്ത് മാത്രമേ ഇത് സാധ്യതയുള്ളൂ. എങ്കിൽ പോലും ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റി എത്രമാത്രം ഉയർന്നാലും ഇന്ത്യ പോലുള്ള ഒരു കൺസംഷനുള്ള ഫ്രൂട്ട്സും എഡിബിൾ ഫ്രൂട്ട്സിനോട് ഇത്ര കൺസംഷനുള്ള ഒരു മാർക്കറ്റിൽ ഇതിൻ്റെ വിപണിയെപ്പറ്റി എനിക്ക് യാതൊരുവിധ പേടിയുമില്ല. ഇതിൻ്റെ വിലയാണേലും ഇന്ന് ലോകത്തിലെ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന പ്രീമിയം ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ തന്നെ റംബുട്ടാന് സ്ഥാനമുണ്ട്. റംബുട്ടാൻ്റെ വേറൊരു സാധ്യത ഗൾഫ് മേഖലയാണ്. വളരെ വിപുലമായൊരു മാർക്കറ്റ് അവിടെയുണ്ട്. കേരളം പോലുള്ള സ്ഥലത്ത് നിന്ന് എവറി ഡേ അല്ലെങ്കിൽ എല്ലാ ദിവസവും ധാരാളം ഫ്ലൈറ്റുകൾ വെജിറ്റബിൾസായിട്ടും ബാക്കിയുള്ള ഫുഡ് ക്രോപ്സും വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വില റംബുട്ടാൻ്റെ വില ഏതാണ്ട് 500 രൂപ മുതൽ 600 രൂപ വരെ പെർ കിലോയ്ക്ക് വില കിട്ടുന്ന ഒരു സ്ഥലമാണ് ഗൾഫ് മേഖലയെല്ലാം തന്നെ. അപ്പോൾ അവിടെ കയറ്റുമതി സാധ്യതകൾ ധാരാളമുണ്ട്. കൂടാതെ തന്നെ ഗൾഫ് മേഖലയിൽ എല്ലാത്തിനും എക്സ്പോർട്ടിന് മാത്രമല്ലാതെ ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലേക്കും നമുക്ക് ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട്. അതായത് ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബാക്കിയുള്ള എല്ലാ അർബൻ സെൻറ്റേഴ്സിൽ നിന്നും ഈ ഫ്രൂട്ടിനെ പറ്റി ധാരാളം തിരക്ക് വരുന്നുണ്ട്. നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ, കാരണം കേരളത്തിൽ തന്നെ ഇത് വിറ്റ് പോകുന്നതുകൊണ്ട്. പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആക്ച്വലി ഇന്ത്യയിലേക്ക് എല്ലായിടത്തും പുതിയ GST സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് നടക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കോൾഡ് വാൻ വഴിയുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയിനിന് കൂടുതലും എഫിഷ്യൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഈ ഫ്രൂട്ട് എത്തിപ്പെടുമെന്നും വളരെയധികം അംഗീകരിക്കപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് റംബുട്ടാൻ്റെ വിലയെപ്പറ്റിയുള്ള ഒരു ആശങ്ക എനിക്കൊട്ടുമില്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് ആക്ച്വലി റംബുട്ടാൻ എല്ലാ വർഷവും ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ആക്ച്വലി സപ്ലൈ കൂടുന്നതനുസരിച്ച് വില കുറയുമോ എന്നുള്ളത്. പക്ഷേ ഓരോ വർഷവും ഇതിന് വില ഏതാണ്ട് 125 രൂപ ഒരു 5 വർഷം മുമ്പ് വിട്ടുന്ന സ്ഥാനത്ത് ഈ വർഷം ഹോൾസെയിൽ വില തന്നെ ഓൾമോസ്റ്റ് 200 രൂപയിലുണ്ട്. റീറ്റെയിൽ വില 250 രൂപ 300 രൂപയിലുണ്ട്. അപ്പോൾ റംബുട്ടാൻ ഒരു ഫ്രൂട്ടായിട്ട്, അതേസമയത്ത് നമ്മൾ പൈനാപ്പിളുമായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫ്രൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ആക്ച്വലി 10 ഇരട്ടി കൂടുതലാണ്. ശാസ്ത്രീയമായ കൃഷിരീതിയാണ് റെനി ജേക്കബിൻ്റേത്. ഒരേക്കറിൽ ശരാശരി 30 മരങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇതിലൂടെ ജലസേചനം, മരത്തിന്റെ വളർച്ച എന്നിവ സുഗമമാക്കാൻ കഴിയുമെന്ന് റെനി ജേക്കബ് പറയുന്നു. ഇതുകൂടാതെ വിളവെടുപ്പിനും ഇത് ഏറെ സഹായകരമാണ്. മികച്ച ഇനം ഹൈബ്രിഡ് തൈകളാണ് റെനിയുടെ ഫാമിലുള്ളത്. മികച്ച രീതിയിൽ ചെയ്യുന്നതിനാൽ ഒരു മരത്തിൽ നിന്ന് ശരാശരി 200 കിലോ വീതം വിളവും ലഭിക്കുന്നുണ്ട്. പഴയകാല നാടൻ മരങ്ങളെ അപേക്ഷിച്ച് പുതിയ വെറൈറ്റി ഹൈബ്രിഡ് റംബുട്ടാൻ മരങ്ങൾ അതിൻ്റെ സൈസ് കൊണ്ടും അതിൻ്റെ കായ്ഫലം കൊണ്ടും വളരെ വ്യത്യസ്തതയുള്ളതാണ്. ഒന്ന് ഹൈലി പ്രൊഡക്റ്റീവാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ തമ്മിലുള്ള അകൽച്ച, അതായത് 2 മരങ്ങളുടെ അകൽച്ച ഉണ്ടെങ്കിൽ മാത്രമേ ആ മരങ്ങൾക്ക് അതിന് നാച്ചുറലായിട്ടുള്ള ഷേപ്പിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് വളരെ പൊക്കത്തിലേക്ക് ഉയർന്നു പോവുക ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും. ഈ തോട്ടം അല്ലെങ്കിൽ ഈ ഒരു റംബുട്ടാൻ മരങ്ങളിൽ നൽകിയ സംഭാവന വളരെ വലുതാണ്. അവർ ധാരാളം ആക്ച്വലി മാറ്റത്തിന് ഉൾക്കൊള്ളാനായിട്ട് ആൾക്കാർക്ക് ധൈര്യം നൽകിയത് നമ്മൾ ഇവിടെ കാണിച്ചു കൊടുത്ത ഈ ഒരു പ്രൂഫ് തന്നെയാണ്. റംബുട്ടാൻ മരങ്ങൾ നൽകുന്ന ഈ ഒരു റിസൾട്ട് കേരളത്തിന് ഒരു പുതിയ പാഠമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷിരീതികൾ, വിള സംരക്ഷണം, വിളവെടുപ്പ്, വിപണനം എന്നീ മേഖലകളിലെല്ലാം സ്വന്തമായ പാഠങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ റെനിക്ക് സാധിച്ചിട്ടുണ്ട്. റംബുട്ടാൻ പോലെ ദക്ഷിണേഷ്യയിൽ നിന്ന് വന്ന പഴവർഗ്ഗങ്ങളുടെ നഴ്സറിയായ ഹോം ഗ്രോൺ ബയോടെക്കിന്റെ പ്രൊമോട്ടർ കൂടിയാണ് റെനി ജേക്കബ്. ഇപ്പോൾ നിക്ഷേപയോഗ്യമായ ഓഹരികൾ ഏതെല്ലാമെന്ന് നിർദ്ദേശിക്കുന്നു ഇൻഡിറ്റേഡ് റിസർച്ച് വൈസ് പ്രസിഡന്റ് ബിനോ ജോസഫ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ബാൾമർ ലോറി. ഈ കമ്പനി പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ പാക്കേജിംഗ്, ലൂബ്രിക്കൻസ്, ഗ്രീസ്, ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാവൽ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഗ്രീസിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ് ബാൾമർ ലോറി.
കൂടാതെ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഓട്ടോമൊബൈൽസിനും ആവശ്യമുള്ള ലൂബ്രിക്കൻസും കമ്പനി നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ പെട്രോൾ, ഡീസൽ, മറ്റ് എണ്ണ ഉൽപ്പന്നങ്ങൾ, കെമിക്കൽസ്, കൂടാതെ ടാർ ഇവയൊക്കെ സംഭരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വീപ്പകൾ, ഡ്രംസ് ഇവ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ കമ്പനിയാണ് ബാൾമർ ലോറി. ഇതുകൂടാതെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം ഏരിയ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ഡിവിഷനാണ്. ഇന്ത്യയിലെ 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിൽ കമ്പനിക്ക് സ്വന്തമായിട്ട് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കണ്ടെയ്നർ വഴിയുള്ള രാജ്യത്തിൻ്റെ ചരക്ക് ഗതാഗതം പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത് ബാൾമർ ലോറിയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിക്ക് 1900 കോടിയുടെ ടേൺ ഓവറും 170 കോടിയുടെ ലാഭവുമാണുള്ളത്. 529 കോടി ക്യാഷ് കമ്പനിക്ക് ഉണ്ട്. അതിനാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ബാൾമർ ലോറി മികച്ച പ്രകടനം നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. ജ്യോതി ലാബ് എന്നുള്ള കമ്പനി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാബ്രിക് വൈറ്റ്നറായ ഉജാലയുടെ നിർമ്മാതാക്കളാണ്. 2000 ഈ കമ്പനി ഹൗസ് ഹോൾഡ് ഇൻസെക്ടിസൈഡ്സ്, ഡിഷ് വാഷർ മേഖലയിലേക്ക് മാക്സോ, എക്സോ തുടങ്ങിയ ബ്രാൻഡുകൾ വഴി പ്രവേശിച്ചിരുന്നു. 2011 ഹെങ്കൽ ഇന്ത്യയുടെ കൺട്രോളിംഗ് സ്റ്റേക്ക് ജ്യോതി ലാബ് ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഒരു FMCG കമ്പനിയാണ് ജ്യോതി ലാബ്. എന്നാൽ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ട്രിഗർ എന്താണെന്ന് വെച്ചാൽ ഈ 2017 ഒക്ടോബർ 31 മുൻപായിട്ട് ഹെങ്കൽ കോർപ്പറേഷൻ ജ്യോതി ലാബിൽ 26% സ്റ്റേക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിന് ഹെങ്കൽ മുതിരുകയാണെങ്കിൽ 26% ഓപ്പൺ ഓഫർ പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഓഹരി വിലയിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. എന്നാൽ ഹെങ്കൽ കോർപ്പറേഷന് ഈ സ്റ്റേക്ക് എടുക്കുന്നില്ല എങ്കിൽ ആ ഒരു സമയത്ത് ഓഹരി വിലയിൽ ഒരു ഇടിവും പ്രതീക്ഷിക്കാം. ഏതായാലും മധ്യകാല ദീർഘകാല അടിസ്ഥാനത്തിൽ ജ്യോതി ലിമിറ്റഡ് നിക്ഷേപകർക്ക് നേട്ടം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മണി ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വിലാസം moneynews@mbnews.in. മണി ന്യൂസിൻ്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക www.മാതൃഭൂമിnews.in. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.